പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ കരുണയാൽ നിങ്ങൾ പൂരിതരാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. നിങ്ങൾക്ക് ആ സന്തോഷമുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പൗലോസ്ലീഹ തൻ്റെ ലേഖനമൊക്കെ എഴുതുമ്പോൾ ആ ലേഖനത്തിൻ്റെ ആമുഖത്തിലും അതുപോലെ തന്നെ അവസാനത്തിലൊക്കെ വെച്ചിരിക്കുന്ന ചില വചനങ്ങളിലെ അർത്ഥങ്ങളൊക്കെ ഈ ടോക്ക് എടുക്കുമ്പോൾ മനസ്സിലാകുകയാണ്. കാര്യം നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിലും ആ ഒരു സന്തോഷം അനുഭവപ്പെടുന്നുണ്ട്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കിന്ന് ഈ ശുശ്രൂഷയുടെ സമയത്ത് കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ വലിയ വിടുതലുകൾ കർത്താവ് നമ്മുടെ സമൂഹത്തിൽ തരും. ഒരുപാട് മേഖലയുള്ള അന്ധകാര പീഡകളും പൈശാചിക പീഡകളും വചന ശുശ്രൂഷ സമയത്ത്, ഡെലിവറൻസിൻ്റെ സമയത്ത്, പരിശുദ്ധാത്മാഭിഷേക സമയത്തെല്ലാം വിട്ടുമാറിപ്പോവും. വലിയ കൃപയുടെ അഭിഷേകം കർത്താവ് തരും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ഏകാഗ്രതമാക്കി നല്ല വിശ്വാസത്തോടെ പ്രത്യാശയോടെ ശരണത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കേൾക്കുന്ന പല സാക്ഷ്യങ്ങൾ പോലെ ഒരു സാക്ഷ്യം കേൾക്കാൻ നിങ്ങൾക്ക് ഇടവരും. അത്യുന്നുള്ള നേർച്ചകൾ നിറവേറ്റാൻ കർത്താവ് ഒരു അവസരം തരും. എഴുന്നേറ്റ് നിൽക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഓരോന്നും സമർപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, പിശാച് ഒരുക്കുന്ന തടസ്സങ്ങളുണ്ട്. അതെല്ലാം പ്രാർത്ഥിക്കുമ്പോഴാണ് വിട്ടുമാറിപ്പോകുന്നത്. ബൈബിളിൽ എത്രയോ വചനമാണ് കർത്താവ് ആജ്ഞാപിക്കുന്നത്. യേശയ്യാ 44 വചനമുണ്ടല്ലോ. വടക്കിനോട് വിട്ടുകൊടുക്കാമെന്നും തെക്കിനോട് തടയരുതെന്നും കർത്താവ് ആജ്ഞാപിക്കുന്നു. കർത്താവ് ആജ്ഞാപിക്കുകയാണ്, കർത്താവ് ശാസിക്കുകയാണ്, കർത്താവ് അഴിച്ചു പിടിക്കുക. കർത്താവ് ചോദിക്കുകയാണ്, 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന മകളെ ഞാൻ അഴിച്ചു വിടേണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബേറ്റുമാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ വൈദികർ നല്ല വിശുദ്ധിയിലും കൃപയിൽ നിറഞ്ഞ് ഡെലിവറൻസ് ശുശ്രൂഷകൾ ചെയ്തു തുടങ്ങുമ്പോൾ സഭയിൽ വലിയ ഉണർവുണ്ടാകും. ഒരുപാട് തരത്തിൽ അന്ധകാര പീഡകൾ വിട്ടുമാറും. സഭ വീണ്ടും തഴച്ചു വളരും. നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹങ്ങളെല്ലാം ഉയർന്നു വരും. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഓരോരുത്തരും കരങ്ങൾ ഉയർത്താം, ഹൃദയം തുറക്കുക, മനസ്സ് തുറക്കുക. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഓരോ അവസ്ഥകളിൽ യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോ അവസ്ഥകളിൽ കർത്താവിന്റെ നാമത്തെ വിളിച്ചപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. രോഗികളെ പ്രാർത്ഥിക്കുകയാണ്. നാളുകളായിട്ട് ഏതെങ്കിലുമൊക്കെ പൈശാചിക പീഡകൾ അലട്ടുന്നുണ്ടെങ്കിൽ അവരെ പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ബാധകൾ ബോധങ്ങളോട് പ്രാർത്ഥിക്കുക. ഓരോ അവസ്ഥകളിൽ കർത്താവ് ഇടപെടുന്ന മണിക്കൂറാണല്ലോ ഇത്. മുഖ്യ ദൂതന്മാരെ പ്രത്യേക സഹായം ഞങ്ങൾ ചോദിക്കുന്നു. മുഖ്യ വിശുദ്ധരുടെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥ ഞങ്ങൾ ചോദിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, തിരുസഭയ്ക്ക് അങ്ങ് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് ഓ കർത്താവേ, ഇപ്പോൾ കണ്ണുനീരോടെ കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിൽ അന്ധകാര പീഡകളും രോഗപീഡകളും പൈശാചിക പീഡകളും നസറായ യേശു നാമത്തിൽ ബന്ധിക്കുന്ന വിട്ടൊഴി നിത്യാഗ്നിയിൽ നിബന്ധിക്കട്ടെ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല കൈകളടിച്ച് യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരുമെല്ലാം സ്വതന്ത്രമാത്രം ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ.
രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ കർത്താവായ ദൈവമേ, നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ അടിക്കപ്പെട്ടിരിക്കുന്ന വചനത്തിന്റെ അധികാരം കർത്താവ് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ വചനത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ കുരിശിന്റെ അടയാളത്തിന്റെ ശക്തിയാൽ, കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ഉത്ഥാനത്തിന്റെ അനന്ത യോഗ്യതയാൽ കർത്താവായ ദൈവമേ, ഓരോ വ്യക്തികളെ ശല്യം ചെയ്യുന്ന ഭയം, നിരാശ, ആകുലത, ടെൻഷൻ, ആത്മഹത്യാ ചിന്തകൾ, കർത്താവ് മുന്നോട്ട് പോകാൻ പറ്റാത്ത വാതിലുകൾ, ഇങ്ങനത്തെ ഓരോ മേഖലകളിലുള്ള പൈശാചിക ശക്തികളോട്, നാരക സേനകളോട് നൽകപ്പെട്ട പൗരവന്റെ അധികാരികളോട് യേശു നാമത്തിൽ കൽപ്പിച്ചത് മാറും നിരാശ നീങ്ങും വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കാം. ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കാം. യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. വിട്ടുപോയ ഭവനത്തിലേക്ക് വീണ്ടും ദൈവത്തിന്റെ കൃപ വന്ന് നിറയട്ടെ. മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കട്ടെ, മണിക്കൂറുകൾ സ്തുതിക്കാൻ കൃപ ലഭിക്കട്ടെ, സമയമെടുത്ത് ബൈബിൾ വായിക്കാനുള്ള കൃപാവരങ്ങളെല്ലാം നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വന്ന് നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഉജ്ജ്വലിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ഉജ്ജ്വലിക്കട്ടെ. ഹല 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 ദൈവിക പുണ്യങ്ങളെല്ലാം നിറയട്ടെ, വിശ്വാസ ശരണ ഉപരി നിറയട്ടെ. ഹല 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 എല്ലാ കൃപകളും നിറയട്ടെ. ആരാധന 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 കർത്താവെ, ആരാധന. ദൈവമേ അനുഗ്രഹിക്കുകയാണ് കർത്താവെ. അപ്പസ്തോലരുടെ വചനം ഓർക്കുകയാണ് കർത്താവെ. കർത്താവിനും കർത്താവിന്റെ കൃപയുടെ വചനത്തിനും ഒരു പ്രത്യേകം പ്രതിഷ്ഠിക്കുന്ന കർത്താവ്. യോഹന്നാൻ 17:12 പറഞ്ഞ് ഈശോ എന്ന നാമത്തിന് പ്രതിഷ്ഠിക്കുന്ന കർത്താവ്. കാത്തോരണം കർത്താവെ, കണ്ണിന്റെ കൃഷ്ണമണി പോലെ കരുതണം കർത്താവെ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം, ഒരു ഇലക്ഷൻ കഴിഞ്ഞു, ഇനി അടുത്ത ഇലക്ഷൻ വരുന്ന സമയമൊക്കെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇലക്ഷന് പോകുമ്പോൾ നമ്മൾ അതിനൊരു ഐഡൻറ്റിറ്റി കാർഡ്, നമ്മൾ ഈ രാജ്യത്തിൻ്റെ പൗരനാണെന്നുള്ള ഒരു തെളിവ് നമ്മൾ കയ്യിൽ സൂക്ഷിക്കും. എന്ന് പറയുന്നത് പോലെ റേഷൻ കടയിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ റേഷൻ കാർഡ് എടുക്കും. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവൃത്തിയും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാൻ വിചാരിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. ഒന്നാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ ഏത് പ്രവൃത്തിയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, ഇത് നമ്മളല്ല ചെയ്യുന്നത്, പിന്നെയോ ദൈവമാണ് നമ്മളിലൂടെ ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഏത് പ്രവൃത്തിയും, പാപമൊഴികെ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും നമ്മളല്ല, ഈശോയാണ് ചെയ്യുന്നത് എന്നൊരു ചിന്ത മനസ്സിൽ വേണം. ഈശോയുടെ ജീവിതം തന്നെ നോക്കുക. ഈശോ പറയുന്നത് എന്താ? ഞാനല്ല,
പിതാവ് എന്നിലൂടെ തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണെന്നാണ് വചനം വെളിപ്പെടുന്നത്. ഞാനല്ല, പിതാവ് തൻ്റെ പ്രവർത്തികൾ എന്നിലൂടെ ചെയ്യുകയാണ്. അപ്പം സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട നമ്മളല്ല പ്രവർത്തിക്കുന്നത്, ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഇതാദ്യം മനസ്സിലാക്കണം. അത് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഭക്ഷണം പാകം ചെയ്യുമ്പോഴായിക്കോട്ടെ, ഡ്രൈവിംഗ് നടത്തുമ്പോഴായിരിക്കോട്ടെ, ഒരു ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴായിക്കോട്ടെ, ഇപ്പം ഞാൻ വചന പ്രഭാഷണം നടത്തുമ്പോൾ ഇത് ഞാനല്ല, കർത്താവാണ് ചെയ്യുന്നത്. അത് ആദ്യം ആ ചിന്ത വരണം. യെശയ്യാ പ്രവചനം 26:12 നമുക്ക് നല്ല കേട്ട് പരിചയമുള്ളൊരു വചനമാണ്. ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 26:12. ഞങ്ങളുടെ പ്രവർത്തികൾ യഥാർത്ഥത്തിൽ അങ്ങാണല്ലോ ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശയ്യാ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങളുടെ പ്രവർത്തികൾ യഥാർത്ഥത്തിൽ ഞങ്ങളല്ലല്ലോ, അങ്ങാണല്ലോ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും നേരെ തിരിച്ച, അല്ലേ? നമ്മൾ ചെയ്തോ, ഞാൻ ചെയ്തോ, ഞാനാണ് പ്രവർത്തിക്കുന്നത്. അല്ല, നമ്മളല്ല, ദൈവമാണ് നമ്മുടെ പ്രവർത്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ 22-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ, പഴയ കുളത്തിലെ ജലം ശേഖരിക്കാൻ വേണ്ടി ഇരുമതിലുകൾക്കിടയിലായി നീ ഒരു ജലസംഭരണി നിർമ്മിച്ചു. എന്നാൽ ഇത് ചെയ്തവൻ്റെ നേരെ തിരിയുകയോ പണ്ടു തന്നെ അത് ആസൂത്രണം ചെയ്തവനെ നീ പരിഗണിക്കുകയോ ചെയ്തില്ല. രാജാവിനെ കുറിച്ച് പറയുകയാണ്, നീ വീടുകൾ എണ്ണി, പഴയ വീടുകളൊക്കെ പൊളിച്ചു പണിത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് മുകളിലത്തെ വചനത്തിലുണ്ട്. എന്നിട്ട് അവസാനം പറയും, ജലസംഭരണിയൊക്കെ പിന്നെ നല്ല ക്ലിയറായിട്ട് ഉണ്ടാക്കി, ബെസ്റ്റായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്ത ഒരാളുണ്ട്, നിന്നിലൂടെ ഞാനാണ് പ്രവർത്തിച്ചത്. ഇതെല്ലാം നീ ജനിക്കുന്നതിന് മുൻപ് തന്നെ നിന്നിലൂടെ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത്, പ്ലാൻ ചെയ്ത്, സമയത്ത് അത് എക്സിക്യൂട്ട് എന്ന് ചെയ്ത ഞാനെന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ എന്നെ നീ ഒരു മിനിറ്റ് പോലും ഓർത്തില്ലല്ലോ. കർത്താവ് പറയാം അല്ലേ? ചിലപ്പോൾ ചില കാരണന്മാർ പറയാം, ഞാനെന്നൊരാൾ ഇവിടെ ഇരിപ്പുണ്ടെന്നൊരു ഓർമ്മയെങ്കിലും, അല്ലേ എന്നൊക്കെ പറഞ്ഞത് പോലെ. പൗലോസ് ശ്ലീഹായ്ക്ക് വലിയ തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ശ്ലീഹ പറയുക 1 കൊരിന്ത്യർ 15:10 എന്താ പറയുന്നത്? ഞാൻ എന്തായിരിക്കും ദൈവകൃപയാലാണ്, എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. എന്നിട്ട് പറയാണ്, നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നിട്ട് നോക്കിയേ, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ്, പരിശുദ്ധാത്മാവാണ്, ഈശോയാണ്, ദൈവമാണ് അധ്വാനിച്ചത്, ഞാനല്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസ് വീണ്ടും തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തുകയാണ് കൊളോസ്സസ് 1:29. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി എത്ര അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പറയുകയാണ്, പരിശുദ്ധാത്മാവാകുന്ന ശക്തി. പൗലോസിനൊക്കെ ചില ലക്ഷ്യമുണ്ട്, സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട ചില ലക്ഷ്യമാണ്. അവിടെ പറയുകയാണ്, എന്നെ ശക്തിയായി ഉണർത്തുന്ന ഒരു പരിശുദ്ധാത്മ ശക്തി കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്, ഞാനല്ല, ഈ പരിശുദ്ധാത്മ ശക്തിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രവൃത്തിയും ചെയ്യുമ്പോൾ നമ്മളിത് ഓർക്കണം. ദൈവമേ, ഇത് ഞാനല്ലല്ലോ കർത്താവേ, അങ്ങാണല്ലോ ചെയ്യുന്നത്, അല്ലേ? അതെപ്പോഴും നമ്മുടെ മനസ്സിൽ സുഹൃദേമം പോലെ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു പ്രവൃത്തി തുടങ്ങുന്നതിന് മുൻപൊന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ദൈവമാണിത് ചെയ്യുന്നത്, അല്ലേ? ഒരു പ്രവൃത്തി അവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ദൈവം ചെയ്തതിനാണ്, അല്ലേ? രണ്ടാമത്തെ ഒരു ചിന്ത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഒരു ചിന്ത, അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ ഒരു ചിന്ത പറയേണ്ടത് ഇങ്ങനെയാണ്: ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവം നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ്. സമയത്തങ്ങോട്ട് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നത് പോലെ സമയത്തങ്ങ് നടന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ടല്ലേ പണ്ടേ തന്നെ, മുമ്പത്തെ വചനം യെശയ്യായിലെ, പണ്ടേ തന്നെ ഇത് ആസൂത്രണം ചെയ്ത് ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ച ഒരാള്, അവനെ ഓർക്കണം. അത് വളരെ കറക്റ്റാണ്. പുതിയ നിയമത്തിൽ എഫേസ്യസ് ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിലാണ്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ അതിനൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾ, ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ ദൈവം പറയുകയാണ്, സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചില സൽപ്രവർത്തികൾ സമയത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇതൊരു വചനമാണ് സഹോദരങ്ങളെ. സോ നത്തിങ് ഈസ് ആക്സിഡൻ്റൽ. എല്ലാം ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ്യസ് ലേഖനം 1:11 അതാണല്ലോ പഠിപ്പിക്കുന്നത്. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഹല്ലേലൂയാ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന വർഷത്തിൽ ഇന്ന കാലഘട്ടത്തിൽ അതിനു വേണ്ടിയിട്ട് ദൈവം എത്രയോ നാളുകൾക്ക് മുമ്പ് കറക്റ്റ് ടൈം പ്ലാൻ എല്ലാം സെറ്റ് ചെയ്ത് നമ്മളെ സൃഷ്ടിച്ച് നിയോഗിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചോ, ബൈബിളിലെ കഥാപാത്രങ്ങൾക്ക് ഈ ഒരു നല്ല ബോധ്യമുണ്ട്. അവരേത് പ്രവൃത്തിയും ചെയ്യുമ്പോൾ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധാത്മാക്കൾ അങ്ങനെയാണ്. യോദ്ധ്യത്തിൻ്റെ പുസ്തകം 9:6 വചനം കിടക്കുന്നുണ്ട്. അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കുകയും അവിടുത്തെ വിധികൾ മുന്നറിവോടും കൂടെയുള്ളതാണ്. അവിടുത്തെ വഴികൾ, അവിടുത്തെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്, മുന്നറിവോട് കൂടെയുള്ളതാണ്, പാപമൊഴികെ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. അത് മനസ്സ് സൂക്ഷിക്കണം. ഒന്ന്, ദൈവമാണ് നമ്മളോട് പ്രവർത്തിക്കുന്നത്. 2, ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു, ഓൾറെഡി പ്ലാൻഡ് ആണത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പോൾ വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ച് മരിക്കരുത്. ചില മനുഷ്യർക്ക് ഓരോ പ്രവർത്തനം ചെയ്യുന്നത് എന്തൊരു ടെൻഷനാണ്. അതുകൊണ്ട് ടെൻഷൻ അടിക്കരുത്. മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. പറഞ്ഞ് ഹല്ലേലൂയാ. അപ്പൊ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിലൂടെ ഇത് ഇപ്പം ഞാൻ ടോക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ ഗാനശുശ്രൂഷ നടത്തുന്ന സഹോദരങ്ങളിലൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് നടത്തുന്ന സഹോദരങ്ങളോട് സഹായിക്കുന്നവരിലൂടെ എല്ലാം ഇവരാണ് കൈകൊണ്ട് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചെയ്യുന്നത് ആരാ? ദൈവമാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഇത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. അതല്ലേ യോഹന്നാൻ 15:5, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും, ഒന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറ്റുകയില്ല. അതിൽ ഒന്നെന്ന് പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിയർ 4:13 നേരെ ഓപ്പോസിറ്റാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തന്നാലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ദൈവം തന്നാലേ നമുക്കിതെല്ലാം പ്രാവർത്തികമാക്കാം. ഇല്ല, പറ്റുകയില്ല. അതാണ് ഉന്നതത്തിന് ദാനമായി ലഭിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞതിന് കാരണം അതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഏത് പ്രവൃത്തിയിലും ഏത് കാര്യത്തിലും നമ്മൾ ദൈവത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ സാക്ഷ്യങ്ങളെല്ലാം കാണുമ്പോൾ സംഭവിക്കുന്നതാ, ദൈവത്തെ മനുഷ്യൻ ആശ്രയിച്ചപ്പോഴുണ്ടായ സംഭവങ്ങളാണ്. ഏത് കാര്യവും ദൈവത്തെ ആശ്രയിച്ചപ്പോൾ സംഭവങ്ങളാണ്. നമുക്ക് ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു സാക്ഷ്യം ഞാൻ കണ്ടത് ഓർക്കാണ്. ആ സാക്ഷ്യം ഇപ്പോൾ പ്ലേ ചെയ്യാം. അതായത് ആ കുടുംബത്തിൽ ശരിക്കും പറഞ്ഞാൽ മക്കളില്ല, അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയിൽ ആ കുടുംബം ചെയ്ത ദൈവത്തെ അങ്ങോട്ട് ആശ്രയിക്കും. ആ സാക്ഷ്യം ഒന്ന് കാണാം. എൻ്റെ പേര് ടീന ബിബിൻ, എൻ്റെ ഹസ്ബൻഡ് ബിബിൻ മാത്യു, ഞങ്ങളുടെ 2 മക്കൾ ഹന്ന ബിബിൻ, ഹേഡൻ ബിബിൻ. ഞങ്ങൾ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര എന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ കല്യാണം 2015 ജനുവരി മാസമായിരുന്നു. 3 വർഷത്തോളം ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഖത്തറിലായിരുന്നു, ഞാൻ നാട്ടിലുമായിരുന്നു. അങ്ങനെ ഞാൻ വിസിറ്റിംഗ് വിസയിൽ ഖത്തറിൽ പോയി. 2 പ്രാവശ്യം പോയിട്ട് ഞാൻ നിരാശയോടെയാണ് വന്നത്. 3-ാമത്തെ പ്രാവശ്യം ഞാൻ പിന്നെയും പോയി. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് സന്തോഷത്തോടെ തിരിച്ച് വരാൻ പറ്റണം, എനിക്കൊരു കുഞ്ഞില്ലാതെ നാട്ടിൽ പോകത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി, 2018 പോയി. അങ്ങനെ ഞങ്ങളെല്ലാ സൺഡേയിലും അഭിഷേകാഗ്നി കാണുമായിരുന്നു. അല്ലാതെ ഞാൻ ഉറപ്പിച്ചു, രാവിലെ എഴുന്നേറ്റുടനെ അഭിഷേകാഗ്നി അച്ഛൻ്റെ പഴയ എപ്പിസോഡുകൾ കാണുമായിരുന്നു. അത് കണ്ടിട്ടേ ബാക്കി കാര്യം ചെയ്യത്തുള്ളായിരുന്നു. അങ്ങനെ ഞാൻ അഭിഷേകാഗ്നി പഴയ എപ്പിസോഡുകൾ കാണാൻ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഒരുമിച്ചിരുന്ന് സൺഡേ അഭിഷേകാഗ്നി പ്രാർത്ഥിക്കുമായിരുന്നു. ആരാധനയുടെ സമയത്ത് ഞങ്ങൾ 2 പേരും എൻ്റെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. യേശുനാമത്തിൻ്റെ ബുക്ക് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അഭിഷേകാഗ്നി 2018 ജൂൺ മാസത്തിൽ ഞാൻ ഒരു അഭിഷേകാഗ്നി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ട്, ആ ചേച്ചി തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത്, തമിഴിലാണ് പറയുന്നത്. ആ ചേച്ചിക്കും വർഷങ്ങളായിട്ട് കുട്ടികളില്ലായിരുന്നു. അങ്ങനെ അടുത്തുള്ള മലയാളി ചേച്ചി, ആ ചേച്ചി പറഞ്ഞു, മോള് 3 ആഴ്ച അഭിഷേകാഗ്നി കൂടു, 4-ാമത്തെ ആഴ്ച മോള് ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവായിരിക്കുന്നു. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, ഈശോയെ ഞാനും 3 ആഴ്ച അഭിഷേകാഗ്നി കൂടാം, 4-ാമത്തെ ആഴ്ച ഞാനും ടെസ്റ്റ് ചെയ്യും, അപ്പോൾ എനിക്ക് പോസിറ്റീവായിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3 ആഴ്ച അഭിഷേകാഗ്നി കൂടി
4-ാമത്തെ ആഴ്ച രാവിലെ സൺഡേ ഞാൻ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പോസിറ്റീവ് റിസൾട്ടായിരുന്നു. അപ്പം ഞാൻ പ്രഗ്നൻ്റായി. പോസിറ്റീവ് റിസൾട്ട് വന്നു. ഈ കുട്ടി എന്താണോ വിശ്വാസത്തോടെ കണ്ട് പ്രാർത്ഥിച്ചത് അതുപോലെ സംഭവിച്ചു. 2019 ഫെബ്രുവരി 2-ാം തീയതി ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് 2022 സെപ്റ്റംബർ 16-ാം തീയതി ദൈവം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. കർത്താവ് കുടുംബത്തിൻ്റെ ആ ഒരു ദുഃഖം എടുത്തു മാറ്റി. കർത്താവ് ഒരു അത്ഭുതം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, കുടുംബം അങ്ങനെ പ്രാർത്ഥിക്കാതെ അങ്ങനെ ഇരുന്നിരുന്നെങ്കിലോ? അപ്പോൾ കർത്താവിൻ്റെ വചനം പറഞ്ഞ എങ്ങനെയാണ്? പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ എങ്ങനെയാണ്? മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടെ നിന്നെ സുഖപ്പെടുത്തും. ഒരാവശ്യം വരുമ്പോൾ ഉദാസീനനായിരിക്കരുത്, നിരാശപ്പെട്ടിരിക്കരുത്. എന്ത് ചെയ്യണം? കർത്താവേ എന്ന് പറഞ്ഞ് വചനം കേട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ തളർച്ച വരുമ്പോൾ വചനം കേൾക്കണം. ഇവരത് ആ വഴി ഫോളോ ചെയ്തു. ഇവരാദ്യം വചനം കേട്ടു. വചനം കേട്ടിട്ട് വചനം കേൾക്കുമ്പോൾ വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവർ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ആ സാക്ഷ്യം കണ്ടപ്പോൾ ചിന്തിച്ചു നോക്കിയേ, അതിനകത്ത് എന്താ സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ അവർക്ക് കുഞ്ഞിനെ നൽകിയത് ആരാ? ദൈവമാണ്. ഇവർ ചെയ്ത ഏക പ്രവൃത്തി എന്താ? അവർ കർത്താവിനെ ആശ്രയിച്ചു. കാരണം അവരുടെ പരിശ്രമം കൊണ്ട് സാധ്യമല്ല. അപ്പോൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ അത്ഭുതങ്ങൾ കാണുമ്പോൾ ദൈവമാണ് ചെയ്യുന്നത് നമുക്ക് ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിതത്തിന് അനുദിന പ്രവർത്തികളും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്നാ? ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല, ഇത് ദൈവമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടത് എന്നതാ? ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട, ഇവിടെ ഒരു അപകടം വരാം. ഇവിടെ ഒരു അപകടം വരുന്നതെന്നു വെച്ചാൽ നമ്മൾ പലപ്പോഴും എന്നറിയോ, ഒന്നെങ്കിൽ മറ്റുള്ളവരെ മറ്റതിനൊക്കെ പലതിനെ ആശ്രയിച്ചു പോകും. അതാണ് അപകടം. അവിടെ അപകടം സംഭവിക്കും. ഹബക്കൂക്ക് 1:11 പഠിപ്പിക്കുകയാണ്, സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരായിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മളെ തന്നെ ആശ്രയിക്കുക, മറ്റുള്ളവരിൽ ആശ്രയിക്കുക ചെയ്താൽ നമുക്ക് ഭയങ്കര ടെൻഷൻ വരും. കാരണം നമ്മളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ. മറ്റേ ആൾക്കാർ ഫ്രീ ആയിട്ടിരിക്കും. നിങ്ങൾ കണ്ടില്ലേ, പരീക്ഷയ്ക്ക് സമയത്ത് പഠിക്കണം, അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. പഠിക്കണം, ദൈവകൃപ പഠിക്കണം. പക്ഷേ പിന്നെ ദൈവമാണ് ചെയ്യുന്നത്. ടെൻഷൻ പിടിക്കേണ്ട ആവശ്യമില്ല. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ കാര്യങ്ങൾ പതിയാൻ വേണ്ടി. ഒന്നാമത്തെ കാര്യം എന്താ? നമ്മുടെ എല്ലാ പ്രവർത്തനവും ദൈവമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ? ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന. മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്നത് എന്താ? സിമ്പിൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുക. നാലാമത്തെ കാര്യം എന്താണെന്നറിയാവോ? നാലാമത്തെ കാര്യം ഇങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ ഓരോ പ്രവർത്തികളും നമ്മൾ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ഓരോ കാര്യത്തിനും ശ്രമിച്ചുകൊണ്ടിരിക്കണം. നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പറയുന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി. ഈ സ്വരം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. കാരണം ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നും ഏത് സമയത്താണെന്നും എല്ലാ കാര്യങ്ങളും ദൈവം നമ്മളോട് ഇങ്ങനെ മനസ്സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആത്മാവിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സ്വരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. പ്രഭാഷണം 37:14 നല്ല വചനമാണ്. ഗോപുരത്തിൻ്റെ മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ തരുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 9:17 പഠിപ്പിക്കുകയാണ്, അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം എങ്ങനെ അറിയും? സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയാവോ? ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മേക്ക് ഷുവർ ചെയ്യണം. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാണോ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഉറപ്പാക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ധാരാളം വചനം വായിച്ച് വചനം ഉള്ളിൽ നിറയണം. അങ്ങനെ വചനം ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം വചനത്തിന് അടിസ്ഥാനമായിട്ട് മാറ്റപ്പെടും. വചനാധിഷ്ഠിതമായിട്ട് പ്രവർത്തികൾ ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് പറയും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അതുകൊണ്ട് അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത്, നാലാമത്തെ കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഓരോ സെക്കൻഡ് പറഞ്ഞോടെ അത് കേട്ടോണ്ടിരിക്കണം. അത് മാത്രം പോരാ, പിന്നെ എന്താ, വചനം അനുസരിച്ചാണോ കാര്യങ്ങൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അറിയാതെ വചനം ലംഘിക്കാൻ പിശാച് നോക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ പ്രവർത്തികൾ ക്ലിയറായി. ഇനി പ്രവർത്തികൾ ഇനി നടന്ന് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ആറാമത്തെ കാര്യം ഇതാണ്, ദൈവം ചെയ്ത ഈ പ്രവൃത്തി അത് നമ്മുടെ പേരിൽ തന്നെ ദൈവം പ്രസിദ്ധപ്പെടുത്തും. ദൈവം നമ്മുടെ പേരിൽ പ്രസിദ്ധപ്പെടുത്തും. അവസാനം ആൾക്കാർ പറയുന്നറിയാവോ? ഇപ്പൊ ബിനോയച്ചൻ ചെയ്തെന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന ആള് ചെയ്തെന്നായിരിക്കും പറയാം. പക്ഷെ ചെയ്താരാ? ദൈവം. പ്ലാൻ ചെയ്താരാ? ദൈവം. നമ്മൾ സിമ്പിൾ ദൈവത്തിൽ ആശ്രയിച്ചിട്ടേ ഉള്ളൂ. വേറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, വേറൊന്നിനും പിന്നാലെ പോയിട്ടില്ല. അത് ദിനവൃത്താന്തത്തിന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലുണ്ട്. കർത്താവേ
ഈ ദാസന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസാ ചെയ്തിരിക്കുന്നു, അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദാവീദിലൂടെ കർത്താവ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ജനത്തിന് മുമ്പിൽ വരുമ്പോഴെങ്ങനെയാ ദാവീദ് ഇത് ചെയ്തു എന്നാ, പക്ഷെ സത്യത്തിൽ ചെയ്താരാ? ദൈവമാണ് ഇതെല്ലാം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവസാനത്തെ ഒരു കാര്യം, ഏഴാമത്തെ കാര്യം എന്താണെന്നറിയാവോ? ദൈവം ചെയ്ത കാര്യം ദൈവദാസരായ നമ്മുടെ പേരിൽ ദൈവം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ അതിൻ്റെ മഹത്വം നമ്മൾ എടുക്കരുത്. അതുകൊണ്ടാണ് ഏഴാമത്തെ കാര്യം, അതാണ് എപ്പോഴും ഏത് പ്രവൃത്തി ചെയ്താലും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം പ്ലാൻ ചെയ്തതാരാ? ദൈവം. ചെയ്തതാരാ? ദൈവം. ഉപദേശം തന്നതാരാ? ദൈവം. നമ്മൾ ആകെ ചെയ്ത കാര്യം എന്താ? നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു, പിന്നെ ദൈവത്തിൻ്റെ സ്വരം കേട്ടു, പിന്നെ എന്താണ് വചനം ലംഘിക്കുന്നുണ്ടോ നോക്കി, ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയത് ദൈവം, എല്ലാം ചെയ്തത് ദൈവം. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, മറ്റുള്ളവരിലൂടെ ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതാണ് ഗലാത്യ 1:24 പൗലോസ്ലീഹ പറയാ, എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരിക്കലും നമ്മൾ മഹത്വം എടുക്കരുത്. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 7 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ബലം തരും. ഒരു പക്ഷേ ഇത് ഒറ്റയടിക്ക് ഇതെല്ലാം മനസ്സിൽ കിട്ടിയെന്ന് വരില്ല. എപ്പിസോഡ് ഒന്നുകൂടെ കേട്ടാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോൾ ഓരോന്ന് ഇപ്പം നാളെ മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. 7 കാര്യങ്ങൾ, ഏത് പ്രവർത്തനം ചെയ്യുന്നതിനും 7 കാര്യങ്ങൾ. അത് ഓർത്തോർത്ത് പതുക്കെ പ്രാക്ടീസ് ചെയ്ത് ഹാബിറ്റ് ആക്കിയാൽ സ്വർഗത്തിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാൻ പ്രത്യേകം ദൈവം ഒരു അവസരം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവായ ദൈവമേ, ഇന്നോളമുള്ള ഞങ്ങളുടെ ജീവിതങ്ങളെ ഓർക്കാണ്. എത്ര അത്ഭുതകരമായ വഴികളിലൂടെ അങ്ങ് ഞങ്ങളെ നയിച്ചു. കർത്താവേ, ഓരോ സെക്കൻഡിലും ഓരോ ശ്വാസത്തിലും ഈ ഒരു വചനം ഞങ്ങളുടെ ഉള്ളിൽ വരുവാണ്. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവൻ. ദൈവമേ, അങ്ങ് ചെയ്ത പ്രവർത്തികൾ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളിലൂടെ ചെയ്ത പ്രവർത്തികൾ എത്രയോ എണ്ണം അങ്ങ് ഞങ്ങളുടെ പേരിൽ പ്രസിദ്ധപ്പെടുത്തി. പക്ഷെ പലപ്പോഴും അങ്ങയുടെ നന്ദി പറഞ്ഞിട്ടില്ല, മഹത്വം അങ്ങേക്ക് സമർപ്പിച്ചിട്ടില്ല. കർത്താവ് ഞങ്ങൾ തന്നെ ആത്മപ്രശംസ ചെയ്തും മഹത്വം എടുത്തും ജീവിച്ചു പോയ നാളുകളുണ്ട്. ഞങ്ങൾ അനുദപിക്കുകയാണ് കർത്താവെ. ഒപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ഓരോ പ്രവർത്തികളും അങ്ങ് പ്ലാൻ ചെയ്തതാണ്, അങ്ങ് തീരുമാനിച്ചുറപ്പിച്ചതാണ്. കർത്താവെ, അവിടുന്നാണ് ചെയ്യുന്നത്. ഞങ്ങൾ വചനം നോക്കണം, പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ടുകൊണ്ടിരിക്കണം, അങ്ങേ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രത്യേക അഭിഷേകം ഞങ്ങൾക്ക് നൽകണം, ഒരു കൃപ ഞങ്ങൾക്ക് നൽകണം. കർത്താവെ, ഇത് ഞങ്ങൾ മറന്നു പോകരുത്. ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഞങ്ങളങ്ങനെ ശരണപ്പെടുകയാണ് കർത്താവെ, ഞങ്ങളങ്ങനെ ആശ്രയിക്കുകയാണ് കർത്താവെ. ദൈവമേ, ഞങ്ങളെ സഹായിക്കണം കർത്താവെ. അതിനുവേണ്ട കൃപകളെല്ലാം ഞങ്ങൾക്ക് തരണം കർത്താവെ. ഓരോ സെക്കൻഡിലും അങ്ങാണ്ട് ചെന്ന് ഓർമ്മയെ ജീവിക്കാൻ ഞങ്ങൾക്ക് അഭിഷേകം ചെയ്യണമേ. സ്വയം സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ കൃപ തൂകണമേ.